മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, മധുരം ജീവിത സായാഹ്നം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രായമായ മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ സായാഹ്നകാലം അവരുടെ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും സമാധാനവും കൊടുക്കുന്ന മക്കളുള്ള കുടുംബങ്ങൾ അനുഗ്രഹീതമാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലുള്ളത്. മാനന്തവാടി രൂപതയിലെ കൊമ്മയാട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള ഇടവകയിൽപ്പെട്ട മുണ്ടങ്ങാട്ട് കുടുംബം, പാപ്പച്ചൻ ചേട്ടൻ, അതുപോലെ തന്നെ ജീവിത പങ്കാളി കത്രീന 1 വർഷം മുമ്പ് മരിച്ചു. ഇനി അവശേഷിക്കുന്നത് പാപ്പച്ചൻ ചേട്ടനാണ്. 94 വയസ്സ് കഴിഞ്ഞു. ദൈവം 10 മക്കളെ അവർക്ക് നൽകി. ആ 10 മക്കളിൽ 2 പേർ ചെറുപ്പത്തിലെ മരിച്ചു. ഒരാൾ 22ാമത്തെ വയസ്സിൽ മരിച്ചു. അവശേഷിക്കുന്നത് 7 പേരാണ്. ആ 7 പേരിൽ 3 ആൺമക്കളും 4 പെൺമക്കളും. അതിൽ ഒരാൾ സിസ്റ്റർ എലൈസ സന്യാസിനിയായി ശുശ്രൂഷ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് പോകണമെങ്കിൽ അനുഗ്രഹീതമായൊരു കുടുംബത്തിൽ നിന്നേ കഴിയുകയുള്ളൂ. അപ്പോൾ ആ കുടുംബത്തിലെ കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷ്യം, അതാണ് ആ കുടുംബം. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് മുണ്ടങ്ങാട്ടിൽ ദേവസിയുടെ ഭവനം. വയനാട് ജില്ലയിലെ കൊമ്മയാടാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കൊമ്മയാടാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് മുണ്ടങ്ങാട്ടിൽ ദേവസ്യ. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അപ്പച്ചൻ. ആയിരത്തി 1948 തൊടുപുഴ അടുത്ത് ചിറ്റൂരിൽ നിന്ന് കുടിയേറിയ ഒരു കുടുംബമാണ് മുണ്ടങ്ങാട്ടിൽ കുടുംബം. അതിന് നേതൃത്വം വഹിച്ച പാപ്പച്ചൻ ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ 94 വയസ്സിൽ എത്തി നിൽക്കുന്ന പാപ്പച്ചൻ ചേട്ടൻ്റെ നാളിതുവരെയുള്ള ആ ചരിത്രം ചേട്ടനിലും തന്നെ നമുക്ക് കേൾക്കാം. ചേട്ടാ, ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഈ ഇവിടെ വന്ന ആ കുടിയേറ്റ കാലം എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ, അന്നത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു, അതെല്ലാം അതുപോലെല്ലാം വന്ന ചരിത്രം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാമോ? 1948 മാർച്ച്, അതായത് മലയാളം കുംഭമാസം 16-ാം തീയതി ചിറ്റൂരിൽ നിന്ന് പോന്ന് 20-ാം തീയതി ഇപ്പോൾ താമസിക്കുന്ന സർവാട് താഴെയാണ്. അവിടെ വന്ന് താമസം തുടങ്ങി. കൂലിപ്പണി എടുത്ത് 7 കൊല്ലം ഇവിടെ 4-ാം മൈൽ തൊട്ട് 5 വരെ ഉള്ള സർവ്വ തോട്ടത്തിലും കൂലിപ്പണിയെടുത്ത് ആണ് അന്ന് കിട്ടുന്നത് 2 രൂപയാണ്. ഈ 2 രൂപയിൽ 6 ദിവസം പണിയെടുത്താൽ 12 രൂപ കിട്ടുമ്പോൾ അതിൽ 10 രൂപ വീട്ടിലേക്ക് കൊടുക്കും. 2 രൂപ ഞാനെടുക്കും.
നിങ്ങളുടെ കുടുംബ ജീവിതം കുറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നോ? സന്തോഷത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്. ആ സന്തോഷമായിട്ട് ജീവിക്കുന്നതിന്റെ കാരണം എന്താണ്? മക്കൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ആ മക്കൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും നാട്ടുകാരോട് ഞാൻ ചെയ്ത എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ എന്നോട് ഇത്. അതുപോലെ അതിൻ്റെയും വെള്ളം നിന്നിറങ്ങി ഇന്നിവിടെ ഇപ്പം താഴെ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു വീട്ടിലുണ്ട്. എങ്ങനെയാണ് മുണ്ടങ്ങാട്ടെ പാപ്പത്തിൻ്റെ എന്നെ വിളിക്കുക, ദേവസ്യ എന്നാ പേര്. പാപ്പത്തിൻ്റെ അയ്യോ ആ മനുഷ്യനാ എന്ന് അങ്ങനെ പറയുള്ളൂ. ഏതോ ചികിത്സ ഉണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? എന്നാ ചികിത്സ ഏതിനോ? ചികിത്സ എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തത്തിന് അമ്മ മരുന്ന് കൊടുക്കുമായിരുന്നു. പക്ഷേ മരുന്ന് പറിച്ചുകൊണ്ട് കൊടുക്കുന്നത് പച്ചമരുന്ന് ഞാനാണ്. അപ്പോൾ അത് ഇളകാനൊന്ന് പോകാൻ ഒന്ന് അത് പറിച്ചുകൊണ്ട് കൊടുക്കും. അമ്മയരച്ച് ഇവിടെ തരുവണ ഭാഗത്തേക്ക് പലയിടത്തൊന്നും വന്നിട്ട് ഇങ്ങനെ ചോദിക്കും മഞ്ഞപ്പിത്തത്തിന്. അപ്പോൾ അമ്മ എന്നോട് പറയും, ഞാൻ മരുന്ന് പറിച്ചുകൊണ്ട് കൊടുക്കും. ഇന്നുള്ള ചെറുപ്പക്കാരായ ദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ട ബാലപാഠം, നമ്മുടെ പൂർവികർ നമ്മളെ എങ്ങനെ വളർത്തി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് ഈ കുടിയേറ്റ കർഷകർ അനുഭവിച്ച ത്യാഗവും കഷ്ടപ്പാടും, മക്കൾക്ക് വേണ്ടി സ്വയം ഉരുകിത്തീരുന്ന ആ ഒരു ജീവിതം, അവരെ മക്കൾ മറക്കരുത്. അതാണ് ഈ നല്ല പാപ്പച്ചൻ ചേട്ടൻ്റെ വാക്കുകൾ. മക്കൾക്കും അപ്പച്ചനെ കുറിച്ച് പറയാൻ ധാരാളമുണ്ട്. എൻ്റെ പേര് റോയി എന്നാണ്. ഞാൻ മുണ്ടങ്ങാട്ടിൽ ദേവസ്യ കത്രീന ദമ്പതികളുടെ ചാച്ചൻ അമ്മച്ചിയുടെയും ആൺമക്കളിൽ മൂത്ത മകനാണ്. എൻ്റെ മൂത്തത് 5 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ മൂത്ത ആൾ 2 പേര് മരിച്ചുപോയി. ബാക്കിയുള്ള 3 പേര് ഇപ്പോൾ ഒരാൾ സിസ്റ്ററാണ്. ബാക്കിയുള്ള കുടുംബജീവിതം നയിക്കുന്നു. 1968 ഫെബ്രുവരി 24 ഞാൻ ജനിക്കുന്നത്. എൻ്റെ 1993 ഞാൻ വിവാഹിതനായി. നമ്മളുടെ പേര് മിനി എന്നാണ്. വീട് നടവേലിൽ ആണ്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. ഒരാൾ ജിത്തു, അവൻ്റെ ഭാര്യ മഞ്ജു, രണ്ടാമത്തെ മകൾ ജിയ, അവളെ വിവാഹം ചെയ്തിരിക്കുന്നത് കണിയാമ്പറ്റയാണ്. അവൻ്റെ പേര് പ്രിൻസ്. ഇളയവൾ സിയ, അവൾ ഡിഗ്രി ഫൈനൽ ഇയർ കോഴിക്കോട് പഠിക്കുന്നു. ഞങ്ങളുടെ ഈ മുണ്ടങ്ങാട്ടിൽ കുടുംബത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായൊരു കുടുംബജീവിതമാണ് ഞങ്ങൾക്ക് മൊത്തത്തിലുള്ളത്. ചാച്ചൻ്റെ അമ്മയുടെയും ആത്മീയവും ഭൗതികവുമായ ജീവിത സാഹചര്യങ്ങൾ ഞങ്ങൾ പിൻചെല്ലുമ്പോൾ വളരെ ഭംഗിയായിട്ട് ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും ചാച്ചനും അമ്മയും ഞങ്ങൾക്ക് വളരെ നേർവഴികളാണ് കാണിച്ചു തന്നിരിക്കുന്നത്. വൈകുന്നേരം 7:30 ആയാൽ ആദ്യം ഞങ്ങൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ മക്കൾക്ക് ആദ്യം ഒരു നമസ്കാരം ചൊല്ലുന്ന പരിപാടികളുണ്ട്. ഇത് മൂത്തവർ ഇളയവർക്ക് നമസ്കാരം ചൊല്ലിക്കൊടുത്ത് അങ്ങനെയാണ് പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത്. ഈ സമയത്ത് ചാച്ചനും അമ്മയും വളരെ കൃത്യമായിട്ട് എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം വളരെ വ്യക്തപരമായിട്ട് അവർ ശ്രദ്ധിക്കുകയും അതിനുള്ള മാർഗ്ഗനിർദ്ദേശം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ, അന്ന് എല്ലാ ദിവസങ്ങളിലൊന്നും പള്ളിയിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും നിർബന്ധമായിട്ടും പള്ളിയിൽ പോകാൻ ചാച്ചനും അമ്മയും നിർബന്ധിക്കലുണ്ടായിരുന്നു. ചാച്ചനും അമ്മയും ഞങ്ങളുടെ കൂടെ പോരും. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച പള്ളിയിൽ പോകാനുള്ള ഒരുക്കങ്ങൾ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അമ്മ ഞങ്ങളൊന്ന് വേർപെട്ട് പോയിട്ട് ഇപ്പോൾ 1 വർഷം തികയുന്നേ ഉള്ളൂ. 1 വർഷം കഴിഞ്ഞു. ചാച്ചൻ വളരെ 95 വയസ്സായെങ്കിലും ഞങ്ങളോട് കൂടെ വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നു. ചാച്ചൻ്റെ അമ്മയുടെയും അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് വളരെ, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് വളരെ അനുഗ്രഹങ്ങൾ ചാച്ചൻ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് കുടുംബജീവിതം നയിക്കാൻ അവരുടെ മാതൃക ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈ കുടുംബത്തിൽ വന്നത് മുതൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. ചാച്ചനും അമ്മയാണേലും ഞങ്ങളെല്ലാവരെയും നല്ല സ്നേഹത്തിലും ഒക്കെയാണ് പരിപാലിക്കുന്നത്. നല്ല വിശ്വാസമുള്ളൊരു കുടുംബത്തിൽ വന്ന് കയറുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ മക്കളും നല്ല സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. എല്ലാവരും നല്ല യോജിപ്പോടും ഒക്കെയാണ് കഴിയുന്നത്. ഈ കുടുംബത്തിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് വിശ്വാസമൊക്കെ ഒന്നുകൂടെ ബലപ്പെടുവാൻ സാധിച്ചത്. ഞങ്ങൾ എല്ലാ ദിവസവും മക്കളെ പരമാവധി പള്ളിയിലൊക്കെ പറഞ്ഞു വിടും. പള്ളിയിലെല്ലാ പരിപാടികളിലും മക്കളെ പരമാവധി പങ്കെടുപ്പിക്കും.
അവരെല്ലാത്തിലും സഹകരിക്കും. അങ്ങനെ നല്ലൊരു മാതൃകാപരമായ ജീവിതമാണ് ഞങ്ങൾ നയിക്കുന്നത്. എൻ്റെ പേര് ജോഷി, ഇതെൻ്റെ ഭാര്യ ജാൻസി. ജീവിതത്തിൽ കുറിച്ച് ചാച്ചനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഓർക്കുമ്പോൾ ചാച്ചൻ്റെ കൂട്ടത്തിൽ കുറേ കൃഷികളിൽ കൂടുതൽ എനിക്ക് ചാച്ചൻ്റെ കൂടെ കൃഷി പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഏര് കെട്ടാനൊക്കെ ആയാലും ചാച്ചനും ഞാനും ഒന്നിച്ച് മുമ്പിലും പുറകിലും ഓരോ ഏര് കൊണ്ട് ഏര് പൂട്ടുവാനും കൃഷിയെടുക്കാനും അമ്മയുടെ കൂട്ടത്തിൽ കാപ്പിക്കുരു പറിക്കുവാനും എല്ലാം ഞാൻ കൂടുതൽ മറ്റു മക്കളെക്കാൾ കൂടുതൽ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ ഭാഗ്യം ഞാൻ അധികം പഠിക്കാൻ പോയില്ല, 10ാം ക്ലാസ് വരെ പോയുള്ളൂ. അതുകൊണ്ട് കിട്ടിയൊരു ഭാഗ്യമാണ്. എങ്കിലും എന്തൊരാവശ്യത്തിലും ഞങ്ങൾക്ക് മാതാപിതാക്കളോട് ചോദിക്കാതെ ഒരു കാര്യങ്ങളും, വിവാഹം കഴിഞ്ഞിട്ടായാലും അവരുമായിട്ടുള്ള സ്നേഹത്തിലും ഒന്നിനും മാതാപിതാക്കൾ ഒരുപോലെ സ്വന്തം മകളെപ്പോലെ അല്ലെങ്കിൽ മരുമകളെന്നുള്ള ആ ഒരു ചിന്തയൊന്നുമില്ലാതെ മകളെപ്പോലെ നോക്കി വളർത്തി എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ 3 ചേട്ടനനിയന്മാർ 3 പേരും കൂടി അടുത്തടുത്ത് തന്നെയാണ്, അടുപ്പങ്കല്ല് പോലെ തന്നെയാണ്. എന്തൊരാവശ്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ ഓടിയെത്താൻ വേണ്ടിയിട്ട് ചാച്ചൻ അടുത്തടുത്ത് വീടുകൾ വെക്കണം, ദൂരെ പോയി വീട് വെക്കണ്ട, അടുത്ത് തന്നെ താമസിക്കണം, എനിക്കെന്തൊരാവശ്യം വന്നാലും വിളിച്ചാൽ നിങ്ങൾ ഓടിയെത്തണം, അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അടുത്തുണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആണ് ഞങ്ങളിവിടെ അടുത്തടുത്ത് വീടുകൾ വെച്ച് ഞങ്ങളെ താമസിപ്പിച്ചത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കൃത്യമായി പള്ളിയിൽ പോകുവാനും കൊന്തനമസ്കാരത്തിലെല്ലാം പങ്കെടുക്കുവാനും ഞങ്ങളെ പ്രത്യേകം ഞങ്ങൾക്ക് പറഞ്ഞു വിടുകയും, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഒരു മുണ്ട് 2 ഷർട്ട് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ആ പള്ളിയിൽ പോകുന്ന സമയത്ത് മാത്രമാണ് ഞങ്ങൾക്ക് മുണ്ട് തരിക. ബാക്കിയുള്ള ദിവസമൊക്കെ ഡ്രോയർ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇതിലെ നടന്നുകൊണ്ടിരുന്നത്. അത്രയ്ക്കും ഞങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം പരിപാലിച്ച് ഞങ്ങളെ സ്നേഹിച്ച് വളർത്തിയ ഞങ്ങളുടെ ചാച്ചനും അമ്മയും എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് തീരില്ല. അത്രയ്ക്കും കാരുണ്യമാണ് ഞങ്ങൾക്ക് ചാച്ചനും അമ്മയും തന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ സ്വന്തം ചാച്ചനും അമ്മയെ മക്കളെ നോക്കും പോലെയാണ് ചാച്ചനും അമ്മയും ഞങ്ങളെയൊക്കെ നോക്കിയിട്ടുള്ളത്. മക്കളെ ആണേലും പള്ളി പോകാനും ഒക്കെ അമ്മ കൂട്ടിപ്പിടിച്ച് അമ്മ കൊണ്ടുപോകുമായിരുന്നു. എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠതയും എല്ലാം ഉണ്ടായിരുന്നു ചാച്ചനും അമ്മയ്ക്കും. ഞങ്ങളോടാണേലും നല്ല സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. ഞാൻ ചാച്ചൻ്റെ 6ാമത്തെ മകനാണ്. എൻ്റെ പേര് വിൻസെൻ്റ്. ഇതെൻ്റെ ഭാര്യ ഡോളി. ഇതെൻ്റെ മൂത്ത മകനാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞ ഈ മാസം 2-ാം തീയതി ആയിരുന്നു. അവൻ്റെ വൈഫാണിത്. ഇത് എൻ്റെ 2ാമത്തെ മകൻ നോയൽ. ഇതും മോള്. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. ചാച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചാച്ചൻ വളരെ നല്ല രീതിയിലാണ് ഞങ്ങളെ വളർത്തിയത്. കൃഷിയോടാണ് ചാച്ചന് കൂടുതൽ താല്പര്യം. ഇപ്പോഴും ചാച്ചൻ കൃഷിപ്പണിയുമായും മുൻപോട്ട് പോകാൻ ആണ് ചാച്ചന് താല്പര്യം. കഴിഞ്ഞ ആഴ്ച വരെ തോട്ടങ്ങളിൽ ഇറങ്ങി പണിയെടുക്കുകയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ചാച്ചൻ ഇച്ചിരി സ്ലോ ആയത്. എന്നാലും കുഴപ്പമില്ല. രാത്രി 7:30 സമയമുണ്ടെങ്കിൽ കുരിശ് വരയ്ക്കാൻ ചാച്ചൻ വിളിച്ചിരിക്കും. കുരിശ് വര ചാച്ചന് നിർബന്ധമാണ്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിരുന്ന് കുരിശ് വരയ്ക്കും. എൻ്റെ പേര് ഡോളി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷം കഴിഞ്ഞു. അന്ന് മുതൽ ഞാനിവിടെ താമസം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ചാച്ചൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് നല്ല സ്നേഹമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവർ മക്കളായി തന്നെ കരുതുന്നു, മരുമക്കളായിട്ടല്ല കരുതിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും കൊച്ചുമക്കളോടായാലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു തരികയും അവരെ എല്ലാ കാര്യങ്ങൾക്കും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അമ്മച്ചിയാണെങ്കിലും കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കൊച്ചുമക്കളെ എല്ലാവരെയും കൂട്ടി നിർത്തി എല്ലാം വട്ടത്തിലിരുത്തി മക്കൾക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും അവരെ എപ്പോഴും ചെറിയ കൊച്ചു കഥകൾ പറഞ്ഞ് പഠിപ്പിക്കുകയും എല്ലാത്തിനും ചെയ്യുന്നു. അമ്മച്ചി മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അമ്മച്ചിക്ക് തീരെ പെട്ടെന്നാണ് ഒരു അസുഖം വന്ന് അധികം താമസമില്ലാതെ തന്നെ 5-6 മാസം കൊണ്ട് തന്നെ അമ്മ മരണപ്പെടുകയും ചെയ്തു. അതുകൂടാതെ തന്നെ ചാച്ചന് പ്രാർത്ഥനയ്ക്കായാലും ഒരു ദിവസം പോലും മുടങ്ങാതെ നല്ല രീതിയിൽ പ്രാർത്ഥന മക്കളെ പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനം തരികയും ചെയ്തു. ചാച്ചന് പലതരം മരുന്നുകൾ ചെയ്യാനുള്ള കഴിവുകളുമുണ്ട്. പൊള്ളലിൻ്റെതായും മഞ്ഞപ്പിത്തത്തിൻ്റെതും പല രീതിയിലുള്ള മരുന്നുകൾ ചെയ്യുന്നുണ്ട്. അതിൽ പൊള്ളലിൻ്റെ മരുന്നുകൾ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അപ്പച്ചൻ. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഈ അപ്പച്ചനെ കൂടുതൽ സന്തുഷ്ടനാക്കുന്നത്.
എൻ്റെ പേര് ജിത്തു റോയ്. ഞാൻ ചാച്ചൻ്റെ ആൺമക്കളുടെ മൂത്ത ആളുടെ മൂത്ത മകനാണ്. ഞാനിപ്പം കോഴിക്കോട് അസ്റ്റർ മിംസിൽ ഇൻഷുറൻസിൻ്റെ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. ചാച്ചൻ്റെ കൂടെയുള്ള ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാനും ചാച്ചനും അമ്മയും കൂടെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് മലയാറ്റൂർ മലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചാച്ചനും അമ്മയ്ക്കൊക്കെ ഇപ്പം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനും എന്നെയാണ് ഇവർ രണ്ടുപേരും കൂട്ടിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നെ മല കയറാൻ വേണ്ടി ഞങ്ങൾ മല കയറുമ്പോൾ ചാച്ചനെ അമ്മേനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയതെങ്കിലും എന്നെ ഇവർ സഹായിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം അമ്മേനെ ചാച്ചനെയും കണ്ടാണ് ഞങ്ങൾ പിള്ളേർ അവരുടെ മക്കളാണെങ്കിലും മക്കളുടെ മക്കളായ ഞങ്ങളാണെങ്കിലും വളർന്നിട്ടുള്ളത്. സ്നേഹത്തിലും സമാധാനത്തിലും ഞങ്ങൾ വളരെ സന്തോഷപരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്നു. ഈ ഫാമിലിയിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ ഫാമിലിയിൽ ജനിക്കാൻ പറ്റിയതും ഇവരൊക്കെ കൂടപ്പിറപ്പുകളായിട്ട് കിട്ടിയതും ഒക്കെ ഇവർ ചെയ്ത ഒരു പുണ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച് വളരാൻ ഞങ്ങളെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള 2 വ്യക്തിത്വങ്ങളാണ് ഞങ്ങളുടെ ചാച്ചനും അമ്മച്ചിയും എന്ന് പറയുന്നത്. ഏതൊരു കാര്യത്തിലാണെങ്കിലും ഞങ്ങളെ വിശ്വാസ ജീവിതത്തിലായിക്കോട്ടെ എല്ലാം ഒരുപാട് ഞങ്ങളെ മുമ്പോട്ട് വരുത്തിയിട്ടുള്ള 2 പേരാണ് ചാച്ചനും അമ്മയും. ഒരിക്കലും ഞങ്ങൾക്ക് ചാച്ചനെ മാറ്റി നിർത്തി അമ്മയെ മാറ്റി നിർത്തി ചാച്ചനോ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഞങ്ങൾക്ക് 2 പേരും അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. പങ്കുവെക്കലിൻ്റെ സ്നേഹമൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളത് ചാച്ചൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നാണ്. എന്തൊരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു സാധനം കിട്ടി അത് ഇപ്പുറത്തെ വീട്ടിൽ കൊടുക്കാനും, ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു സാധനം കിട്ടി അത് അപ്പുറത്ത് കൊടുക്കാനും ഒക്കെ ഞങ്ങളെ ചാച്ചനും അമ്മയൊക്കെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഞങ്ങളുടെ അമ്മച്ചീനെയാണ്. എന്താ പറയുക, പള്ളിപ്പെരുന്നാളും കുടുംബ പ്രാർത്ഥനകളും ഒക്കെ എല്ലാം അവരുടെ ഒരു നേതൃത്വത്തിലുള്ള മുന്നോട്ട് പോകലായിരുന്നു. ഇന്നും അത് ഏറ്റവും മനോഹരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ചേട്ടായി പറഞ്ഞതുപോലെ ഇത്രയും നല്ലൊരു ഫാമിലിയിൽ ജീവിക്കാനും ഇവരുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റിയത് ഞങ്ങളുടെ എല്ലാവരുടെയും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എൻ്റെ പേര് നോജിൻ വിൻസെൻ്റ്. ഞാൻ ചാച്ചൻ്റെ ഇളയ ആൺമക്കളിലെ മകൻ്റെ മൂത്ത മകനാണ്. ഞാൻ തറവാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്, ചാച്ചൻ്റെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. ചാച്ചൻ്റെ അമ്മച്ചിയുടെ ഒപ്പം തന്നെയായിരുന്നു ഞാൻ ജനിച്ച നാൾ മുതൽ. ഇവിടുത്തെ തറവാട്ടിൽ ഇവരുടെ ഏറ്റവും കൂടുതൽ സ്നേഹം, മക്കളിൽ ഏറ്റവും കൂടുതൽ കൂടെ നിന്ന് വഴക്ക് കേൾക്കാനും തല്ല് കിട്ടാനും സ്നേഹം കിട്ടാനും ഒക്കെ അവസരം കിട്ടിയത് എനിക്കായിരിക്കണം എന്ന് തന്നെയാണ് ഉറപ്പുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പരിപാടികളിലും അവരുടെ എല്ലാ സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെ ഞാനുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ കുടുംബം അടുത്തടുത്ത് ആയതുകൊണ്ട് തന്നെ എല്ലാവരും എപ്പോഴും ഒരുമിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളിലും, എല്ലാ സന്തോഷങ്ങളിലും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഏറ്റവും മിസ് ചെയ്യുന്നത് ഞങ്ങളുടെ അമ്മച്ചിയായിരിക്കും. 1 വർഷം ആവുന്നു അമ്മച്ചി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയിട്ട്. പിന്നീട് ചാച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്ന സമയത്തെല്ലാം വളരെ സന്തോഷവും കളിയും ചിരിയും വന്നിരുന്നിട്ടുണ്ടെങ്കിൽ പെമ്മക്കളുടെയൊക്കെ കാര്യത്തിൽ അമ്മച്ചി നന്നായിട്ട് മുടി കെട്ടി കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്. 8ആയിട്ടും 4ആയിട്ടും 12ആയിട്ടും പിരിച്ച് കെട്ടി കൊടുക്കുന്ന കഥകളും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോറ് വാരി തന്നിട്ടുള്ളത് അമ്മച്ചി എനിക്കാണ്. എനിക്ക് തോന്നുന്നു ഞാൻ 10ാം ക്ലാസ് കഴിയുന്നോടം വരെ അമ്മച്ചി എനിക്ക് ചോറ് വാരി തന്നിട്ടുണ്ട്. അമ്മ എപ്പോഴും, എൻ്റെ അമ്മ എപ്പോഴും അമ്മച്ചിയോട് പറയാറുണ്ടായിരുന്നു, അവന് ചോറ് വാരി കൊടുക്കരുത്, അമ്മച്ചി ചോറ് വാരി കൊടുത്താൽ ഒരു കാലം ചോറിന് മുകളിൽ അവൻ തിന്നും. അത്രയും സ്നേഹത്തോടെ വാരി തരുന്നത്. അമ്മച്ചി വാരി തരുമ്പോൾ അറിയില്ല നമ്മൾ അത്രമേൽ കഴിച്ചു പോകും. അപ്പോൾ അത്ര നല്ല നല്ല ഓർമ്മകളായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. എൻ്റെ പേര് സിയ. ഞാൻ ചാച്ചൻ്റെ മൂത്ത അമ്മൻ്റെ ഏറ്റവും ഇളയ മോളാണ്. അപ്പോൾ ഇളയതാകുമ്പോൾ തന്നെ മൂത്തവർക്ക് കിട്ടി വരുന്നത് നമുക്കും കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാം നമുക്ക് ഇത്രയും ക്വാളിറ്റീസ് ഉണ്ട്. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇവരിത് ചെയ്യുന്നില്ലല്ലോ, എനിക്കിതുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കും നമുക്കിത് എവിടെ നിന്നാണ് കിട്ടിയെന്ന്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫാമിലിയിലോട്ടാണ് നോക്കുക. ഈ പറഞ്ഞ പോലെ ഷെയറിങ്ങിൻ്റെ കാര്യം തന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അമ്മച്ചി ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ, മെയിനായിട്ട് നമുക്ക് ചോക്ലേറ്റ്സ് ആണല്ലോ ഇഷ്ടം. അപ്പോൾ ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ അമ്മച്ചി 3 എടുത്തോട്ട് ഒരേപോലെ കൊടുക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടാൽ വളരുന്നത്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയാൽ നമ്മൾ വിളിക്കും, എല്ലാവരും ഇവിടെ വന്ന് കഴിക്കും. അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് വളരുമ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അത് ഞാനൊരു വലിയൊരു ഭാഗ്യമായിട്ടും ബ്ലെസ്സിങ്ങും ആയിട്ടാണ് കാണുന്നത്. ബൊമ്മയാട് ഇടവകയിലെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ബിനു വടക്കേലച്ഛൻ ഈ ഇടവകയുടെ എല്ലാ മുക്കുമൂലയും കുടുംബങ്ങളെയും എല്ലാ ആടുകളെയും വ്യക്തിപരമായി അറിയുന്ന നല്ല ഇടയൻ. ആ ഇടയൻ ഈ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം.
ഗുഡ്നസ് ടി വിയുടെ മധുരം ജീവിത സായാഹ്നം എന്ന പ്രോഗ്രാമിലേക്ക് കൊമ്മയാട് ഇടവകയിൽ നിന്നും മുണ്ടങ്ങാട്ടിൽ കുടുംബത്തെ തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രായമായ അപ്പനെ വളരെ സന്തോഷത്തോടുകൂടി ശുശ്രൂഷിക്കുന്ന മക്കൾ ഈ ഇടവകയ്ക്ക് ഒരു മാതൃകയാണ്. ഇടവകയുടെ സർവ്വ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് ഇവിടെ താമസമാക്കിയിരിക്കുന്ന മക്കൾ 3 പേരും. വിവിധ കാലഘട്ടങ്ങളിൽ പള്ളിയിലെ കൈക്കാരന്മാരായിട്ടും ഇപ്പോൾ കമ്മിറ്റിക്കാരായിട്ടുമൊക്കെ സേവനം ചെയ്യുന്നവരാണ് അവർ. ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാത്ത ആൺമക്കൾ ഈ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ്. സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഏറ്റവും ഇളയ മകൻ വിൻസെൻ്റ് വിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസം ഇല്ല എന്നൊരു ചിന്തയോടുകൂടി ഈ ഇടവകയിൽ കുർബാന ഇല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അമ്മ പെട്ടെന്ന് അസുഖം വന്ന് അധിക ദിവസം അസുഖമായി കിടക്കുകയൊന്നും ചെയ്യാതെ മരിച്ചതാണെങ്കിലും ആ ദിവസങ്ങളിലൊക്കെ മക്കളുടെ എല്ലാവരുടെയും സാന്നിധ്യം അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം അമ്മയുടെ മരണശേഷമാണെങ്കിലും ചാച്ചന് യാതൊരു കുറവുകളും വരുത്താതെ മക്കൾ വളരെ സ്നേഹത്തോടു കൂടി ശുശ്രൂഷിക്കുന്നത് മാതൃകാപരമാണ്. ഈ അടുത്ത നാൾ വരെ എല്ലാ ഞായറാഴ്ചയും ചാച്ചനെ ദേവാലയത്തിൽ കൊണ്ടുവരുമായിരുന്നു. ദേവാലയത്തിൽ വെച്ച് 1-2 ദിവസങ്ങളിൽ തലകറക്കം ഉണ്ടായതിന് ശേഷമാണ് പിന്നീട് ഈ ഞായറാഴ്ച കുർബാന മുടങ്ങിയത്. എങ്കിലും വിശ്വാസ ജീവിതത്തിൽ തീഷ്ണത കാത്തു സൂക്ഷിക്കുന്നയാളാണ് മുണ്ടങ്ങാട്ടിലെ ചാച്ചൻ. ഈ ദേവാലയത്തിൻ്റെ ആരംഭകാലം മുതൽ ഇവിടുത്തെ സജീവ സാന്നിധ്യമാണ് മുണ്ടങ്ങാട്ടി കുടുംബം. ഇങ്ങനെയൊരു കുടുംബത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു. അവരുടെ സേവന സന്നദ്ധതയും മാതാപിതാക്കളുടെ സ്നേഹവും പ്രത്യേകിച്ച് അപ്പനോടുള്ള കരുതലും എടുത്തു പറയേണ്ടതാണ്. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത്. ഒരു മനോഹര ഗാനം. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. കുടുംബം ഒരു മനോഹര ഗാനം. ഇതാണ് മുണ്ടങ്ങാട്ടിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. മാറിയ സാഹചര്യത്തിൽ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്ന പ്രായമായ മാതാപിതാക്കളെ എങ്ങനെ മക്കൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്ന ഒരു നല്ല സന്ദേശം കാണ്ടുവ രൂപതയുടെ മെത്രാൻ അഭിവന്യ അഗസ്റ്റിൻ മടത്തിക്കുന്നേൽ പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം. മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അവരെ ബഹുമാനിക്കുവിൻ. ഭൂമിയിൽ നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും നിങ്ങൾ അവരെ ബഹുമാനിക്കുവിൻ. വചനമാണിത്. നമുക്ക് ജന്മം തന്ന, നമ്മളെ നാമാക്കി മാറ്റിയ നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നത് ന്യായയുക്തമായ കാര്യമാണ്. വചനം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുമെന്ന് പറയുമ്പോൾ അത് ഒരു വാഗ്ദാനത്തോടു കൂടിയാണ്. ഭൂമിയിൽ അനുഗ്രഹപൂർണമായൊരു ജീവൻ ലഭിക്കുന്നതിന് അത്യാവശ്യമായൊരു കാര്യമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ മാതാപിതാക്കന്മാര് അവർ നമുക്ക് ജന്മം നൽകി നമുക്ക് വേണ്ടി ജീവൻ പൂർണ്ണമായി ത്യജിച്ചു. ദുഃഖവും സന്തോഷവും എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ത്യജിച്ചത്. അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. അവരുടെ സന്തോഷം
നമ്മുടെ ഉന്നമനമായിരുന്നു, മക്കളുടെ ഉന്നമനമായിരുന്നു. മക്കൾക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചത്. അവരുടെ എല്ലാം അവർ സമർപ്പിച്ചതും മക്കൾക്ക് വേണ്ടി. അവരുടെ സ്വപ്നം മക്കളുടെ നല്ല ഭാവിയായിരുന്നു. ഇന്ന് മക്കൾ നല്ല ഭാവിയോട് ജീവിക്കുന്നത് കാണുമ്പോൾ അവർ സന്തോഷിക്കുന്നു. എന്നാൽ ഇന്നത്തെ പരിസ്ഥിതി ഒറ്റപ്പെട്ട മാതാപിതാക്കന്മാരെ കാണുമ്പോൾ വളരെ ദുഃഖം തോന്നുന്നു. അതുകൊണ്ട് മക്കളായ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കടമയെ നാം തിരിച്ചറിയണം, നമ്മുടെ മാതാവിനെ പിതാവിനെയും സ്നേഹിക്കണം. ആ സ്നേഹം നാം അവർക്ക് പകർന്നു നൽകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അതാണ് നമ്മളിൽ നിന്ന് പഠിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നാളെ നമുക്ക് തരിക. നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹം, ആ ബഹുമാനം നമുക്ക് കൈമുതലായി കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ വരും തലമുറകൾ നമുക്ക് അതേ സ്നേഹവും വാത്സല്യവും നമുക്ക് തിരിച്ചു തരും. മാതാപിതാക്കളെ കുടുംബത്തിൻ്റെ നെയ്ത്തിരിയായി പ്രകാശമായി കാണുക, അവരോടൊപ്പം ജീവിക്കുക, അവർക്ക് സ്വാതന്ത്ര്യമാവുക, അവർക്ക് സഹായകമാവുക. അവരുടെ സന്തോഷം നമ്മുടെ കുടുംബത്തിൻ്റെ പ്രകാശമായി തീരട്ടെ. ഈ മുണ്ടങ്ങാട്ടിൽ കുടുംബത്തിൻ്റെ ഐശ്വര്യമായ പാപ്പച്ചൻ ചേട്ടൻ അങ്ങേയറ്റം ചാരിതാർത്ഥ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദൈവം ഏൽപ്പിച്ച മക്കളെ നല്ലവരായി വലിയവരായി വളർത്തി, ദൈവത്തിനു വേണ്ടി വളർത്തി, അതിൻ്റെ ചാരിതാർത്ഥ്യവും സന്തോഷവും ഈ നല്ല പിതാവിനുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മറക്കരുതാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുതാത്ത 2 വ്യക്തികളാണ് നമ്മുടെ മാതാപിതാക്കൾ. എല്ലാം നഷ്ടപ്പെടുത്തിയ മക്കൾക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയ പിതാവിനെ, എല്ലാ വേദനകളിലും ഒപ്പം നിൽക്കുന്ന അമ്മയെ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇവിടെ ഈ പിതാവിനെ ഈ മക്കൾ ഇന്ന് ഹൃദയത്തിൽ ഏറ്റ് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് എന്ന് ദൈവം ഓരോ വ്യക്തിയെയും നോക്കിക്കാണുന്നത് പോലെ ഈ മക്കൾ നോക്കിക്കാണുന്നു എന്നോട് തന്നെയാണ്. പിതാവ് വിലപ്പെട്ടവനായി, ബഹുമാന്യനായി, പ്രിയങ്കരനായി അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഭാരമില്ല. അപ്പൻ എനിക്ക് ഭാരമായി മാറുന്നത് വിലയുള്ളതായി കാണാത്തത് കൊണ്ടാണ്. അമ്മ എനിക്ക് ഭാരമായി മാറുന്നത് അമ്മയെ വിലയുള്ളതായി കാണാത്തത് കൊണ്ടാണ്. ഭൗതികമായ സമ്പത്തിനേക്കാൾ ബന്ധങ്ങൾക്ക് വില കൊടുത്ത നല്ല പിതാവിൻ്റെ സാന്നിധ്യം ഈ കുടുംബത്തിന് ഒരു വലിയ ശക്തിയാണ്. 4 തലമുറകളിലായി 43 പേരടങ്ങുന്ന ഈ കുടുംബത്തിൻ്റെ നല്ല പിതാവിനും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം ഇറങ്ങി വസിക്കുന്ന ഒരു നല്ല കുടുംബത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.